ഫ്ലെയിം ഇടയ്ക്ക് പോയാറുണ്ട്. ഓക്കെ. ആഫ്റ്റർ മാർക്കറ്റ് ഇത് കോൾഡർ ഇൻടേക്ക് വെച്ചേക്ക് വന്നു. പിന്നെ ആ ഡീക്രോം ചെയ്താൽ നമ്മളത് ഫുള്ളായിട്ട് ചെയ്ത് പിന്നെ ഒന്നും കാണാത്ത പോലെ ഒരു മാഫിയ ലുക്കിൽ സാധനം ഇറക്കണം. എന്തായാലും ഇടും ഒക്കെ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ശ്രീകാന്ത് റൈസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ മല്ലു കാർ ക്ലബ് ഇക്കിഗയുടെ കൂടെയാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു അട്ടിപ്പൊളി കാർ മീറ്റും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇത്തവണ ഡ്രാഗ് റേസ് ആയിരുന്നു പരിപാടി. അന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷേ അന്ന് വീഡിയോ ചെയ്യാൻ നമുക്ക് നിർവാഹമില്ലായിരുന്നു. കാരണം ഒരുപാട് ഡ്രാഗ് റേസിൻ്റെ പരിപാടികളും അതും ഇതുമൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രോഫി. എന്താണ് ഈ ട്രോഫി? നമുക്ക് ഡ്രാഗ് റേസിന് ഫാസ്റ്റസ്റ്റ് മല്ലു ക്ലബിന് കിട്ടിയ ട്രോഫി നമ്മുടെ വണ്ടികളാണ്. ഇതാ ഈ ബാക്കിൽ കിടക്കുന്ന വണ്ടികൾ, ഇവിടെ ഉള്ള വണ്ടികൾ ഒരുപാടുണ്ട്. അതിൽ തന്നെ സുബ്രു അല്ലേ ഏറ്റവും കൂടുതൽ? സുബ്രു ബോയ്സ് ആണ് ഇവിടെ കൂടുതൽ. ഇന്നിത് ഇവിടെ വൻ മഴയായിരുന്നു. വൻ മഴയും സീനും എല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇച്ചിരി ഡള്ളാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടിയതാണ്. ഇച്ചിരി സീനായിരുന്നു. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇനി വരാനുണ്ട്. നമ്മുടെ AMG ഒക്കെ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ അതുപോലെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നിവിടെ എത്തിയതിൽ കുറേ സ്പെഷ്യൽ വണ്ടികളും ഉണ്ട്. ചേട്ടൻ്റെ ഇവോ ഒക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ റെഡ് ഇവോ ആയിരുന്നു കണ്ട. ഇത്തവണ വേറൊരു സാധനമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളും പിന്നെ ഇവർ ഒരുപാട് മോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നൊക്കെ പറയുന്ന പോലെ. ഡോണിൻ്റെ വണ്ടി ഇത്തവണ ഇല്ലല്ലേ? ഡോണിൻ്റെ വണ്ടി ഇത്തവണ ഇല്ല. BM-ഉം അതും ഇതുമൊക്കെ ആയിട്ട് ഇച്ചിരി വിഷയമാണേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പയ്യെ ഓരോ വണ്ടികളിൽ കൂടെയൊക്കെ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സക്സസ് പാർട്ടി പരിപാടിയാണ്. അപ്പോൾ മല്ലു ഗൂസും ഒക്കെ കൂടി നടത്തിയ ഇവിടെ അത്യാവശ്യം കാനഡ ഒണ്ടാറിയോയിൽ അറിയാവുന്ന അത്യാവശ്യം നല്ല വലിയൊരു പരിപാടിയാണ് കാർ മീറ്റ് അവരുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലെ ഏറ്റവും സ്പീഡിൽ പോയിട്ടുള്ള കാർ ക്ലബ്ബ് നമ്മുടെയാണ്. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു ഡ്രാഗ് റേസും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് കൂടിയെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അതിൻ്റെ സക്സസ് പാർട്ടി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ തന്നെ നമ്മുടെ കേരള ഫുഡ് കോർട്ട് അല്ലേ, കേരള ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് അടിയും പരിപാടിയും പിന്നെ DJ അരുൺജിത്തിൻ്റെയും DJ തങ്കിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് DJയും ഫുൾ സീനാണ്, വിഷയമാണ്. അപ്പോൾ നമുക്കിനി പോയിട്ട് ഓരോ കാറിൻ്റെ വിശേഷങ്ങളും അവർ ചെയ്തേക്കുന്ന മോഡ്സ് പരിപാടി എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾ കാണാം അല്ലേ? നമ്മുടെ ട്രോഫി ഒന്ന് കാണിച്ചു തരേ. അപ്പോൾ ഇതാ ബ്രിട്ടോബോ, നമസ്കാരം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ, നമ്മുടെ ഇങ്ങനെ മീറ്റ് പരിപാടി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ 335ൻ്റെ വിശേഷങ്ങൾ? 335 ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. 3 വർഷമായി. സോഫ ഞാൻ വണ്ടി എടുത്തപ്പോൾ വണ്ടി ഫുൾ ബോൺ സ്റ്റോക്ക് ആയിരുന്നു. അതേന്ന് പണിതാണ്. ഓക്കെ. ഫസ്റ്റ് ഇയർ മെയിൻലി ഞാൻ മെയിൻ്റെനൻസ് വൈസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു. വണ്ടി ഫുള്ള് സെറ്റാക്കി. വണ്ടി ഫുള്ള് മെയിൻ്റെനൻസ് വൈസ് എല്ലാം സെറ്റാക്കി. ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഫിക്സ് ചെയ്തു. എന്നിട്ട് പിന്നെ പെർഫോമൻസിലോട്ട് കയറി. ഇപ്പം ഞാൻ നിലവിൽ MHTയുടെ സ്റ്റേജ് 2 ആണ് റൺ ചെയ്യുന്നത്. സ്റ്റേജ് 2-ലാണ് വണ്ടി ഇപ്പം. അപ്പൊ അത്യാവശ്യം അത്യാവശ്യം പവർ ഉണ്ട് വണ്ടിക്ക്. ഞാനിപ്പം ഡൈനോ ചെയ്തിട്ടില്ല, എന്നാലും അറൗണ്ട് ഒരു 360-372 വീൽസ് പുഷ് ചെയ്യുന്നു. 372 വണ്ടി അപ്പം മൂളും. ഈ വണ്ടിയുടെ വേറെ കുറെ പ്രത്യേകം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരുപാട് റീലുകൾ ഇറങ്ങിയിട്ടില്ലേ ഈ വണ്ടിയുടെ പുറകിലത്തെ നമ്മുടെ എക്സോസ്റ്റ് പരിപാടിയുടെ. പിന്നെ ഈ വണ്ടി മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒന്ന് റെഡ് കളർ പിന്നെ 2 കണ്ണ്, ഈ സാധനങ്ങൾ നല്ല ലോ പ്രൊഫൈലല്ലേ? വണ്ടി കോയിൽ ലോവർ പരിപാടിയൊക്കെ ചെയ്ത് ഫുൾ സെറ്റ്. ബോഡി അടിപൊളിയാണ്. ബോഡി നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പം അത്രയൊക്കെയാണ് അകത്ത് മാറ്റങ്ങൾ വരുത്തേക്കുന്നത്. വേറെ വണ്ടിയിൽ എന്തെങ്കിലും അലോയ്സ് പരിപാടി, എക്സോസ്റ്റ് അങ്ങനെ തീയൊക്കെ വരുമായിരുന്നല്ലോ? ഫ്ലെയിം ഇടയ്ക്ക് ത്രോ ചെയ്യാറുണ്ട്. ഞാനിപ്പം കാർലെസ് ഡൗൺ പൈപ്പ് പിന്നെ കാറ്റ് ബാക്ക് എക്സോസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിച്ചു എയർ ഇൻടേക്ക്, അപ്ഗ്രേഡഡ് ചാർജ് പൈപ്പ്, ഇന്റർകൂളർ. ഓക്കെ. നമുക്ക് ഇതിന്റെ ഒച്ച ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഇവന്റെ ഒച്ച അപ്പോൾ ഇതാ എന്തായാലും നമുക്ക് അഖിൽ ബ്രോനെ കാണാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടപ്പോഴത്തെ ഏറ്റവും അടിപൊളി പരിപാടി അലോയ്സ് ഇതിന്റെ മാറിയതായിരുന്നു.
ഓക്കെ 17,000 രൂപയുടെ അടിപൊളി അലോയായിരുന്നു ഇട്ടിരുന്നത്. ഓക്കെ, നമ്മളിതാ കാര്യങ്ങൾ വരുന്നു. ഇത് നമ്മുടെ WRX STI ആണ്. STIക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ ക്ലബ്ബിൽ തന്നെ ഓൾമോസ്റ്റ് എത്ര വണ്ടി കാണും? STI നമ്മുടെ ക്ലബ്ബിൽ ഒരെണ്ണമുള്ളൂ. ഇപ്പം 2 ഉണ്ടായിരുന്നു. നമ്മുടെ ഡോണിന്റെ കയ്യിൽ ഒരെണ്ണം ഡോണിന്റെ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പം വണ്ടി വേറെ ബിൽഡിലേക്കുള്ള പ്ലാനിങ്. പുള്ളി ഇച്ചിരി വിഷയം വിഷയമാണ്. പുള്ളി ആ വണ്ടി മാറ്റി വേറെ എന്തോ പരിപാടിയാണ്. അപ്പം പിന്നെ ഉള്ളതെല്ലാം WRX-കളാണ്. WRX-കൾ നമുക്ക് അതിലൊക്കെ ആയിട്ടുണ്ടല്ലേ? STI ഇപ്പൊ ഒരെണ്ണമുള്ളൂ. STI ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ വണ്ടി പുത്തൻ STI ആയിരുന്നു. ആ വണ്ടിയിൽ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ വിലയ്ക്ക് തന്നെ വണ്ടി പണിതിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അടുത്തടുപ്പിച്ച് അങ്ങനെ തന്നെയാണ് പണിതേക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് മാറ്റം വരുത്തേക്കുന്നത്? ഞാൻ ഇപ്പൊ സ്റ്റേജ് ലെവലായിട്ടാണ് ചെയ്യണത്. എന്റെ ക്യാമറ നോക്കിയോ? ഫസ്റ്റ് സ്റ്റേജ് ലുക്സ് ആണ്. ബോഡിയാണ് ആദ്യം. ബോഡി മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോസ്മെറ്റിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ റെയർ ആയിട്ടുള്ള ഒരു അലോയ് ആണ് Z40 റേസ് ബ്രാൻഡിന്റെ Z40 എന്ന് പറഞ്ഞ അലോയ്സ് ആണ്. ഫുള്ളി ഫോഴ്സ്ഡ് അലോയ്സ് ആണ്. നമുക്ക് വാങ്ങുന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലോയ് ആണിത്. പിന്നെ സ്കേർട്സ്, ഡിഫ്യൂസർ, പിന്നെ കാറ്റ് ബാക്ക് എക്സോസ്റ്റ് സിസ്റ്റം കയറിയിട്ടുണ്ട്. NVIDIA R400 എന്ന് പറഞ്ഞ കാറ്റ് ബാക്ക് എക്സോസ്റ്റ് സിസ്റ്റം കയറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ അതിൽ നിന്ന് ഇപ്പൊ വ്യത്യാസമായിട്ട് വണ്ടിയുടെ കംപ്ലീറ്റ് സസ്പെൻഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫോർച്യൂണോട്ടോന്റെ കോയിൽ ഓവർ ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഫോർച്യൂണോട്ടോന്റെ കോയിൽ ഓവർ ആണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഹൈറ്റ്, ഡാംനെസ്, ഇതിന്റെ സോഫ്റ്റ്നെസ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ റൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എത്ര ലോവർ ആണെങ്കിൽ അത്രയും ലോവർ ചെയ്യാം. വണ്ടി നിലത്തിരുത്തണമെങ്കിൽ അനുസരിച്ചിരുത്താം. പക്ഷേ ഇവിടുത്തെ ഒരു പരിമിതി വെച്ചിട്ട് നമുക്ക് പറ്റുന്ന ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് സെറാമിക് അടിച്ചില്ലായിരുന്നോ? സെറാമിക് അടിച്ചിട്ടുണ്ട്. ഇത് ലൈഫ് ടൈം വാറന്റി ഉള്ള സെറാമിക് കോട്ടിംഗ് ആണ്. അപ്പം ഫ്യൂച്ചറൈസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. എവറി ഇയർ ദേ വിൽ ഡു ആൻ ഇൻസ്പെക്ഷൻ. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട്, സെറാമിക് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ അവരത് ഫിക്സ് ചെയ്ത് തരും. വൺ ടൈം പേയ്മെന്റ് ആണ്, ബട്ട് ലൈഫ് ടൈം. അത് ഇച്ചിരി അടിപൊളി സെറാമിക് ആണ്. സാധാരണ പല റേഞ്ചിൽ ഇവിടെ ചെയ്ത് കിട്ടും. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ? ഒരു $3,000 അടുത്ത് വരും. ഡിസ്കൗണ്ട് ആണ്. വിത്ത് ഡിസ്കൗണ്ട് 3,000 ലൈഫ് ടൈം വാറണ്ടി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഈ വണ്ടി നല്ല ഭയങ്കര വേറെ രസം എന്ന് പറഞ്ഞാൽ വണ്ടി മോഡിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുക എന്നല്ല, കിട്ടുന്ന സാധനം എല്ലാം മേടിച്ച് വെക്കുക എന്നല്ല, അത് ഈ വണ്ടിക്ക് ഏറ്റവും ചേരുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഫുൾ ബ്ലാക്ക് ഒരു തീമിലാണ് വണ്ടി. അതായത് കറക്റ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാലിപ്പറും അവിടെ ഇവിടെയൊക്കെ മാറ്റി മാത്രമേ കളർ വ്യത്യാസമുള്ളൂ. പിന്നെ സെറാമിക്കും എല്ലാം ചെയ്ത് വണ്ടി നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നാകുമ്പോൾ നമ്മൾ ക്ലീൻ കാർ കൾച്ചർ ഫോളോ ചെയ്യണം. അതെ, അതത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ STIയുടെ വിശേഷങ്ങൾ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത പ്ലാൻ എന്താ? എഞ്ചിനൊക്കെയാണ്. ഫസ്റ്റ് നമ്മുടെ ലുക്സ്, പിന്നെ നമ്മുടെ സ്റ്റെബിലിറ്റി, അത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് റിലയബിലിറ്റിന്റെ കുറച്ച് മോഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം AOSന്റെ ഒരു IAGന്റെ ഒരു AOS വെച്ചിട്ടുണ്ട്. ഇതില് എയറും ഓയിലും മിക്സ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് റെക്ടിഫൈ ആനുള്ള ഒരു സാധനമാണ്. പിന്നെ സിലിണ്ടർ 4ന്റെ ഒരു ഡാമേജ് ഈ എഞ്ചിനിൽ യൂഷ്വലി കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് റെക്ടിഫൈ ആയിട്ട് സിലിണ്ടർ 4 കൂളിംഗ് മോഡ് ചെയ്തിട്ടുണ്ട്. ഇനി റിലയബിലിറ്റി മോഡ്സ് ആയിട്ട് റേഡിയേറ്ററും ഓയിൽ പാനും പിന്നെ ഇതിന്റെ അൺഈക്വൽ ലെങ്ത് ഹെഡറും മാറ്റാനുള്ള പ്ലാനാണ്. അപ്പൊ അതിലൂടെ റിലയബിലിറ്റി മോഡ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനുശേഷം നമുക്ക് പവർ അടുത്തത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഘട്ടമായിട്ടാണ് അടിപൊളി പരിപാടി ചെയ്ത് വണ്ടി നശിപ്പിക്കണേ. അതെ, അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. വണ്ടി നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നിന് ദോഷമായിട്ട് ബാധിക്കാത്ത രീതിയിൽ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് അടിപൊളി പരിപാടി. ഓക്കെ, അപ്പോൾ സന്തോഷം. നമുക്കപ്പോൾ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. ചേട്ടാ, അപ്പോൾ നമസ്കാരം. ചേട്ടൻ്റെ പേര്? ജോസഫ്. എനിക്കറിയാം, ഇവർക്ക് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ കാർ മീറ്റ് കണ്ടപ്പോൾ സെയിം ഒരു ഇവോ ആയിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ വേറൊരു വണ്ടിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടി ഒന്ന് കണ്ടു. നമ്മുടെ മിസ്തൂഷിയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ മറ്റേ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഈ വണ്ടി വന്നു. ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ചേട്ടന് എന്തൊക്കെയാണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം? കഴിഞ്ഞ വർഷം കണ്ട വണ്ടി ഒരു 99 മോഡലാണ്. അത് ലാൻസർ എവല്യൂഷൻ 6.5 എന്ന് പറയും, ടോമി മാക്കിനൻ എഡിഷൻ. അത് എൻ്റെ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു. അന്ന് എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നാട്ടിലുള്ളപ്പോൾ തൊട്ട് എനിക്ക് ലാൻസർ ഭയങ്കര ക്രേസ് ആണ്. എസ്പെഷ്യലി ഞാൻ
10th ഒക്കെ ഉള്ള സമയത്താണ് ഇവര് റാലി ഒക്കെ ചെയ്യുന്നത്. 4 വർഷം കണ്ടിന്യൂസ്ലി ജയിച്ചത് ആ ഒരു ടൈം. അങ്ങനെ ക്രേസ് വന്നതാണ്. അപ്പൊ ചേട്ടന്റെയിലും അനിയന്റെയിലും ഇപ്പൊ ഇവുണ്ട്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ചേട്ടന്റെ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഫുട്ബോൾ ക്ലബ്ബോ ക്രിക്കറ്റ് ക്ലബ്ബോ പരിപാടിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ടോ? ഞാൻ ട്രാവൻകൂർ ക്ലബ്ബേഴ്സിൽ ഞാൻ അവിടുത്തെ മാനേജറാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാന് എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ കണ്ടപ്പോ ചേട്ടനെ അതിന്റെ കൂടെ കണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ അവിടുത്തെ ആളായിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു? വണ്ടി ഉഷാറായിട്ട് പോകുന്നു? ഇതിപ്പം മേടിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം ആയിട്ടുള്ളൂ. ചേട്ടന്റെ അടുത്ത് തന്നെ മേടിച്ചത്. ഓക്കെ. ആളുടെ അടുത്ത് ഇതിങ്ങനെ എഞ്ചിൻ ബ്ലോൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. അത് അപ്പൊ അങ്ങനെ ഞാൻ റിപ്പയർ ചെയ്തിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു കുറെ എഞ്ചിൻ റീബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ബിൽഡ് ചെയ്തെടുത്തതാണ്. 1994 എവല്യൂഷൻ 2 ആണ്. അതിനകത്ത് അധികം ഒന്നും ചെയ്തിട്ടില്ല. എക്സോസ്റ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും 3 inch എക്സോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇൻടേക്കും കോൾഡ് എയർ ഇൻടേക്കും വന്നിട്ടുണ്ട്. ബട്ട് എന്തായാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റിൽ പ്രോജക്റ്റ് കാണാം. അപ്പൊ നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വണ്ടിയിൽ ഓരോ മാറ്റങ്ങൾ കാണാം. ഓക്കെ. അപ്പൊ അടിപൊളി കേട്ടോ. താങ്ക്സ്. അപ്പൊ തങ്ക് നമസ്കാരം. ഞങ്ങൾ ഇതിന് മുന്നേ ഇത് കഴിഞ്ഞ തവണ കണ്ടു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഓക്കെ. അപ്പൊ അന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് വണ്ടിയിൽ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു അല്ലേ? ഇല്ല, അന്ന് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫോഗ് ബസിസ്റ്റൊക്കെ മാറ്റമുണ്ട്. അതെ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അപ്ഗ്രേഡ് ചെയ്തു. അന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായുള്ളൂ. അതെ. ഇത്തിരി കൂടി കൂടുതൽ ഇന്നിപ്പോ വണ്ടി ഇത് നമ്മുടെ WRX ആണ്. ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി. ഇത് എത്ര നാളായി ഇപ്പൊ ഉപയോഗം? ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 4 yearsന് മേലെ. 4 yearsന് മേലെയായി. അപ്പൊ കയ്യിൽ തെളിഞ്ഞേക്കുന്ന വണ്ടിയാ കയ്യിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ മാറ്റം വരുത്തിയേക്കുന്നത്? ഇതിപ്പോ ഞാൻ ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 70 വണ്ടിയായിരുന്നു. ഞാൻ 2018 പ്ലസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ സുബി സ്പീഡിന്റെ മറ്റേ ഫോഗ് ബേസിൽസ് ആണ് ഇരിക്കുന്നത്. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. സാധനം അടിപൊളിയാ. പിന്നെ ഇപ്പൊ സസ്പെൻഷൻ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ BC റേസിംഗിന്റെ കോയിലോവർ അടിച്ചല്ലേ? ഇരുന്നു വണ്ടി. കോയിലോവർ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഇരുന്ന് നല്ല സെറ്റ് ആയിരിക്കും. ഒരു അത്യാവശ്യം അടിപൊളി അലോയും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. ഇട്ടേക്കുന്നത് അബിഡ് വൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ്. അത് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ചില BM-നൊക്കെ നാട്ടിൽ യൂസ് ചെയ്യണ ഒരു മെയിൻ അലോയാണ് അബിഡ് വൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു 12 സ്പോക്കിന്റെ അലോയ ഇരിക്കണത്. 12 സ്പോക്കിന്റെ അലോയ്. പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് ലോവർ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ലോവർ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്തൊരു ഫെൻഡർ ഉണ്ട്. ആ ഫെൻഡർ റോൾ ചെയ്യണം. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ലോ ചെയ്യാൻ പറ്റുള്ളൂ. കോയിൽ ഓവർ ശരിക്കും കുറച്ചുകൂടി ലോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് ഇവിടെ ഇനി വിന്ററിന് ഇതാണ് ഇവിടുത്തെ വേറെ സംഭവം. ഇതാണ് വിന്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ മാറ്റങ്ങൾ വരും. പിന്നെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. അപ്പം ഇതിപ്പോ ഞാൻ യൂഷ്വലി സീസൺ അനുസരിച്ച് ഞാൻ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോ കോയിൽ ഓവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. അപ്പൊ ഒരു സമ്മർ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് കംപ്ലീറ്റ് ലോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വിന്റർ ആവുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് പൊക്കും, ലിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ഇതിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അടിപൊളി. അപ്പൊ അതൊക്കെയാണ്. ഇനിയിപ്പോ നമ്മൾ പവറിലേക്ക് എഞ്ചിനിലേക്ക് എന്തെങ്കിലും അടുത്തടുത്ത മാറ്റങ്ങൾ വരുത്താൻ പോവാ. എന്തായാലും ഞാൻ നാട്ടിലൊക്കെ പോയേക്കായിരുന്നു. കുറച്ച് ബിസി ആയിരുന്നു ഈ സമ്മറിന്. എന്തായാലും ഒരു സ്റ്റേജ് 2+ വരെ ഉണ്ടാവും. അപ്പൊ അടുത്തതിൽ നമ്മൾ വണ്ടി തകർക്കും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ബാഡ്മിൻ്റണും പരിപാടിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അതെ, നമ്മളെ കസിൻ ഇന്നില്ല, അനൂപ് ഇന്നില്ല. അനൂപ് എന്തോ പരിപാടിയൊക്കെ ആയിട്ട് പോയേക്കാണ്. അല്ലെങ്കിൽ പുള്ളിയും ബൈക്കും ഒക്കെ ഇവിടെ കണ്ടേനെ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ വൈകിട്ട് DJ ആണല്ലേ? വൈകിട്ട് ഫുൾ ഓണാണ്. ഇവരുടെ പരിപാടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒണ്ടാറിയോയിൽ നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഓക്കെ. അപ്പം നന്ദി. നമുക്കിനിയിപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നേക്കുന്നത് അടുത്ത WRX-ലേക്കാണ്. അടുപ്പിച്ച് ഇതാ 3 എണ്ണമാണ് നേരെ കിടക്കുന്നത്. നമ്മുടെ അന്ന് പരിപാടിക്ക് പോയപ്പോൾ വേറെയും കുറേ ഉണ്ടായിരുന്നു. ഓക്കെ ബ്രോ, നമസ്കാരം. പേരെങ്ങനാ? ആരോമൽ. നാട്ടിലെവിടെയാ? നാട്ടിൽ കൊല്ലം. അപ്പോൾ ഇത് വെറൈറ്റിയാണ്. നമുക്കിവിടെ ഉള്ള ഇതൊക്കെ WRX ഒക്കെ ബ്ലാക്ക് ആണ് കളറ്. ഇത് ബ്ലൂ ആണ്. ബ്ലൂ തപ്പി പിടിച്ച് എടുത്ത കളറാണോ? ബ്ലൂയിലേക്ക് മാറി. അപ്പോൾ ഇത് എത്ര കാലമായി വണ്ടി ഇപ്പൊ കയ്യില്? 9 months ആയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് വണ്ടിയിൽ പരിപാടികൾ ചെയ്തേക്കുന്നത്? എഞ്ചിൻ സൈഡ് സ്റ്റോക്ക് ആണ്. ഞാൻ മെയിൻ ആയിട്ട് കോസ്മെറ്റിക് മോഡ്സ് ആണ് നോക്കുന്നത്. ഓക്കെ. അപ്പോ ഒരു 18 inch 10.5J വീൽസ് ആണ് ഇതിനകത്തുള്ളത്. നൈറ്റ്സിന്റെ വീൽസ് ആണ്. സ്ട്രെച്ച് ആണ്. അതുപോലെ തന്നെ ഫെൻഡർ റോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. വീൽ ഇതിൽ തട്ടും. അപ്പൊ അത്രയും താത്തിട്ട് കൊണ്ട് അപ്പൊ വണ്ടി. ഓക്കെ. പിന്നെ ടീന്റെ കോയിലോവേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അഡ്ജസ്റ്റബിൾ ആണ്. സമ്മർ ആയിട്ട് താത്തിട്ടേക്കും പൊക്കേണ്ടി വരും.
സമ്മർ ആയതുകൊണ്ട് താഴത്തേക്ക് സ്വാഭാവികം. പിന്നെ എക്സോ സൈഡില് റിബാക്കിന്റെ ഒരു ആക്സൽ ബാക്ക് എക്സോസ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സൗണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പൊട്ടലുണ്ട്. ഓക്കെ, ക്യാറ്റ് ബാക്ക് ട്യൂൺ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് പോകണം. ഓക്കെ, മൊത്തത്തിൽ വണ്ടി ഒരു സ്റ്റാൻഡ്സ് മോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, വണ്ടി ഈ പറഞ്ഞേക്കുന്നത് നമ്മളിപ്പോൾ ഈ പോയ വണ്ടികളൊക്കെ ആണല്ലോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വണ്ടിയെല്ലാം ഭയങ്കര നീറ്റാണ്, ക്ലീൻ ആണ്. ഒരു ചെയ്തേക്കുന്ന ഒരു കലാപരമായിട്ടാണ്, ഓവറാക്കി ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഒരു പ്രധാന കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ബ്രോയുടെ വിശേഷങ്ങൾ. ബ്രോ ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഇപ്പോൾ? കേംബ്രിഡ്ജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് അടുത്ത ലെവലിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പേരും ക്ലബ്ബും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് ഇവരോടൊക്കെ ചോദിക്കാം നിങ്ങളുടെ വണ്ടികളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ബ്രോ കാണാം. അപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ അടുത്ത പ്രധാന ആളിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ വിനീത് ബ്രോ നമ്മുടെ ക്ലബിൻ്റെ ഓൾ ഇൻ ഓൾ മെയിൻ ആളാണ്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഭയങ്കര സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ട്രോഫി എല്ലാം അടിച്ചിട്ടുള്ള ഒരു സക്സസ് പാർട്ടി പരിപാടിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പിള്ളേരും പരിപാടി എല്ലാം ആയിട്ട്? ഇത്തവണയും അടിപൊളിയായിരുന്നു അല്ലേ? നമ്മളിപ്പം ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ 2019 നമ്മൾ 4-5 ഫ്രണ്ട്സ് കൂടി 7-11 രാത്രി കത്തിയടിക്കാൻ തുടങ്ങിയൊരു ക്ലബ്ബാണ്. അന്ന് മുതലേ നമ്മൾ എന്ത് പേരിടും പറഞ്ഞ് 2021 നമ്മൾ ഇക്കിഗായ് എന്നൊരു പേരിലോട്ട് വന്നത്. 21. പക്ഷെ നമ്മൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞാനും അശ്വിനും തോമസനും എല്ലാവരും കൂടെ നമ്മൾ പണ്ട് പോലെ 2019 തൊട്ട് നമ്മൾ വർക്ക് പെർമിറ്റ് കയറിയ സമയം തൊട്ട് വണ്ടിയും പരിപാടികളും ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും വണ്ടി എടുത്തു, നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പൊ ഇത്ര ഒരു 20-25 കാർസ് റഫ്ലി ഉണ്ട് ഇപ്പൊ നമ്മള്. അതെ, അത് നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ആക്റ്റീവ് മെമ്പേഴ്സ് ആണ്. നമ്മളിപ്പം അങ്ങനെയുള്ളവരാണ് നമ്മൾ കൂടുതലും സപ്പോർട്ട് ചെയ്ത്. നമുക്ക് ഇപ്പം ഇന്ന് വന്നിട്ട് നാളെ പോണവരല്ല ആരും. ഇപ്പൊ എല്ലാവരും തന്നെ കൂടുതലും മിനിമം ഒരു 6 years ബന്ധമുള്ളവരാണ്. ഇപ്പം അനൂപിന്റെ കസിനാണ് ഇവൻ. ഞാൻ ആ വഴിയാണ്. അതെ, അപ്പൊ സ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അന്യരല്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, മ്യൂച്വൽ. അപ്പം നമ്മൾ അങ്ങനെ തുടങ്ങിയ ഒരു ക്ലബ്ബാണ് ഇക്കിഗായ് എന്ന് പറയും. ഇപ്പം ഇപ്പം മല്ലൂസ് ഓർഗനൈസ് ചെയ്ത എല്ലാ ഇവന്റുകളിലും ലാസ്റ്റ് 2 വർഷത്തെ ഇവന്റിൽ നമ്മൾ പോയിട്ടുണ്ട്. ഈ ഇവന്റ് ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ കപ്പടിച്ചു. അതൊക്കെയാണ് ഇതിന്റെ നമ്മുടെ ഒരു ക്ലബ്ബ് പരമായിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവരെയൊക്കെ വേണമെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറയാം. ഇവരൊക്കെ ആദ്യം എടുത്തേക്കുന്ന വണ്ടി ഈ ഏറ്റവും നല്ലൊരു അടിപൊളി വണ്ടിയോ BMW ബെൻസോ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ഓരോ നോർമൽ കാറിൽ നിന്ന് പിന്നെ ബിൽഡ് ചെയ്ത് വന്നതാണ്. നമ്മൾ ഈ കാനഡയിൽ നമ്മൾ ഓരോ വണ്ടി എടുത്തപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ മഞ്ഞ വണ്ടി നമ്മുടെ സെലിക്ക മാറ്റി ഈ ക്ലാസ് തപ്പിപ്പിടിച്ച് എനിക്ക് ഈ ലുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോയി തപ്പിപ്പിടിച്ചെടുത്താണ്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ കമൻസ് ചിലപ്പോൾ വരും, ഇത് ഇവന്മാർക്ക് കാനഡ ജീവിക്കാൻ പോലും പൈസ ഇല്ല, എന്നിട്ട് ഇവന്മാർ ബെൻസ് എടുത്തൊക്കെ നടക്കുക, അതായതാണ്. ഇത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നമുക്ക് ഓരോ പാഷനും ഇഷ്ടവും ഒക്കെ കാണുമ്പോൾ വേറൊരാൾ സ്പെൻഡ് ചെയ്യുന്നത് വേറെ സ്ഥലത്തായിരിക്കും. അതെ, അതാണ് നമ്മൾ ഇതിലേക്ക് എത്താൻ പോകുന്നത്. ഈ വണ്ടി ഇത് കാണുമ്പോൾ പറയും BMW 335 എന്ന് എല്ലാവരും പറയും. പക്ഷെ ഇത് ഞാൻ മുടക്കിയേക്കുന്ന ടൈമും വർക്കും വേറെ ആർക്കും അറിയത്തില്ല. ഞാനിത് ഒരു ഓപ്ഷനിൽ നിന്ന് എടുത്താ. ഞാൻ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു റേറ്റ് എടുത്തു വണ്ടി, നല്ല ഡീല് കിട്ടിയ വണ്ടി. അപ്പൊ പക്ഷെ വണ്ടി ഓടത്തില്ലായിരുന്നു. ഞാനും തോമസണും പോയാണ് എടുത്തപ്പോ നമ്മൾ 4 കൂടെ വരുവാ. വണ്ടി ടെംപ്ലേറ്റാ വെച്ചേക്കാം. വണ്ടി കാല് കൊടുത്ത വണ്ടിയുടെ ഫ്രണ്ട് ഈ പൊങ്ങും, സസ്പെൻഷൻ ഇല്ല, വെറും സ്പ്രിംഗിലാ വണ്ടി ഇരിക്കും. വണ്ടിക്ക് സസ്പെൻഷനേ ഇല്ല, വണ്ടിക്ക് ബൂസ്റ്റ് ലീക്ക്, വണ്ടി 80 പൊക്കത്തിൽ പോകത്തില്ല. അങ്ങനെ വന്ന വണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ 7 ജാനുവരി ഞങ്ങൾ വണ്ടി എടുക്കണം. വിന്ററിൽ പണിത് ജൂൺ ആയപ്പോഴാണ് വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആയത്. സസ്പെൻഷൻ മാറി വണ്ടിയുടെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, ഈ വണ്ടി ഓപ്ഷനിൽ എടുത്തിട്ട് വണ്ടി സ്വന്തമായിട്ട് വീട്ടിലിട്ട് പണിത് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ടൊരു പാഷനും പരിപാടിയും പിന്നെ പറഞ്ഞു. വണ്ടി കിട്ടിയപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ വാക്വം ലൈൻസ് ഇതെല്ലാം ലീക്കായിരുന്നു. ബൂസോളിന് ഈ വണ്ടിക്ക് 2 ടർബോ ആയവനെ. അപ്പൊ ബൂസോളിനോട് 2 ഞാൻ മാറി. അതാണ് മെയിൻലി പവർ കയറാത്ത. ഈ പൈപ്പുകളെല്ലാം പൊട്ടി കിടക്കുമായിരുന്നു. വണ്ടിക്ക് ലീക്ക്, വാൽക്കാർ ലീക്ക്. BMW ഓണേഴ്സിന് എല്ലാം അറിയാം, വണ്ടി ഭയങ്കര BMW എന്നാണ് പറയണേ. വാൽക്കാർ ലീക്ക് ഉണ്ടായിരുന്നു. ഞാനത് വിന്ററി വീട്ടിൽ ഇട്ടാ പണിതത്. അപ്പൊ നമുക്ക് അത്രയും പാഷൻ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഇത് കോൾഡ് എയർ ഇൻടേക്ക് വന്നു. പിന്നെ ഇത് ബ്ലോ ഓഫ് വാൽവ്, ചാർജ് പൈപ്പ്, പിന്നെ സ്റ്റേജ് 2 ഇന്റർകൂളർ, ഇതെല്ലാം അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഫുള്ള് വണ്ടി എല്ലാം നല്ല രീതിയിൽ അഴിച്ചു മാറ്റി. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് ഇതിന് നല്ല സമയവും. ഇത് പൈസ മുടക്കുന്ന പരിപാടി മാത്രമല്ല, ഇത് സ്വന്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ പുറത്താർക്കും കൂടെ കൊടുക്കണ്ട. അതെ, ടൈം ഇപ്പൊ ആരും വിളിച്ചാലും ഞാൻ സർട്ടിഫൈഡ് ആണ്. അതെ, ഞാൻ യൂട്യൂബ് സർട്ടിഫൈഡ് ആണ്. അപ്പം പക്ഷെ എനിക്ക് BMW ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും ഫ്രണ്ട്സ് BMW വർക്ക് ചെയ്യുന്നതുകൊണ്ടും കുറച്ചൊരു സജഷൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് അവിടുന്ന് കിട്ടും. അതെ, മുന്നേ ബെൻസ് ആയിരുന്നു, മുംബൈ ബെൻസ് ആയിരുന്നു ഓൺ ചെയ്തത്. പക്ഷെ ഞാൻ വർക്ക് എക്സ്പീരിയൻസ് BMW. അതെ. അപ്പൊ അടുത്ത് ഇപ്പം ഒരുപാട് വണ്ടികളെ കുറിച്ച് അപ്പം അറിവും. ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ സോഴ്സ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്.
നമ്മൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്സും അത് പാഷനും ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി കാണിക്കാനുള്ള ഇന്റീരിയർ ഫുള്ള് ഞാൻ സ്വാപ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇത്ര നേരം ഇന്റീരിയറിനെ കുറിച്ച് ആരും പറഞ്ഞില്ലായിരുന്നു. ഇപ്പം ഈ വണ്ടിയുടെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഇത് ടാൻ ഇന്റീരിയർ ആയിരുന്നു വണ്ടി. ഇപ്പൊ ഫുള്ള് ഞാൻ സ്ട്രിപ്പ് ചെയ്തിട്ട് ഫുള്ള് എന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ള് സ്ട്രിപ്പ് ചെയ്തു. വണ്ടി ഫുള്ള് സ്ട്രിപ്പ് ചെയ്തിട്ട് ഞാൻ BMW ഡയറക്ട്ലി BMW റെഡ് കോറൽ റെഡ് ആണ് ഈ കളറിന്റെ പേര്, ഈ ഡൈ എടുത്തിട്ട് ഫുള്ള് ഇന്റീരിയർ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലോട്ട് ഫുള്ള് സെറ്റ് ചെയ്തു. ഫുള്ള് ഡൈ ഇത് സ്റ്റോക്ക് സീറ്റിൽ ഞാൻ ഡൈ ചെയ്താ ഇത് ഫുള്ള്. അതുപോലെ ഇന്റീരിയർ റൂഫ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഞാൻ ഇതിന്റെ ഇടയ്ക്കത്തെ സ്റ്റോറി കണ്ടിട്ടുണ്ട്. ഫുൾ എല്ലാം അഴിച്ച് പുറത്ത് വെച്ച് ഓരോന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സീറ്റില്ലായിരുന്നു. ഞാൻ ഡ്രാഗ് വിൻഡിന് പോകുമ്പോൾ അവിടെ വെയിറ്റ് റിഡക്ഷൻ സീറ്റ് മാത്രം വെച്ചാ, കാരണം എല്ലാ സീറ്റും ഡൈ ചെയ്തോണ്ടിരിക്കുക. അതായിരുന്നു നമ്മുടെ ഇത്. പിന്നെ ബേസിക്കലി പിന്നെ ഞാനിത് ബ്ലോ ഓഫ് വാൽവ് പെർഫോമൻസ് വൈസ് പറയുവാണെങ്കിൽ വണ്ടി ഇപ്പൊ സ്റ്റേജ് 2 പ്രപ്പാണ്. ഞാൻ ഇവഞ്ചലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം മെയിൻ്റെനൻസ് ടേക്ക് കെയർ ചെയ്തിട്ട് പെർഫോമൻസിലോട്ട് പോകുന്നത്. സ്റ്റേജ് 2 പ്ലസിലോട്ട് പതുക്കെ അതിനാണ് ഇപ്പൊ ഇന്റർകൂളർ അപ്ഗ്രേഡ്. എനിക്ക് ഡൗൺ പൈപ്പ് ചെയ്യണം. സ്റ്റോക്ക് ക്യാറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഡൗൺ പൈപ്പ് ചെയ്തിട്ട് സ്റ്റേജ് 2 ചെയ്യാന്ന് ഓർത്തോണ്ടിരിക്കണം. പക്ഷെ ഇപ്പം ജസ്റ്റ് ബ്ലോ ഓഫ് വാൽവ് നമുക്ക് ചെറുതായിട്ടൊന്ന് കേൾക്കാം അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ ചെറിയൊരു സന്തോഷം കിട്ടുന്നില്ല ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് പണി ചെയ്ത് ഇതിലേക്കൊക്കെ വരുമ്പോ? ഇതിപ്പോ ഞാൻ പ്രൊജക്ട് ആയിട്ട് എടുത്തത്. അതുപോലെ തന്നെ ഞാൻ മിനി എടുത്തിട്ടുണ്ട്. മിനി പ്രൊജക്ട് ആയിട്ട് മിനി പറഞ്ഞുണ്ട് കേട്ടോ കയ്യില്. മിനി അത് മിനി എടുക്കുന്നവരുടെ ഇപ്പം മിനിയിലുണ്ട് നിൽക്കുന്നവർക്ക് അറിയാം 2012 താഴെയുള്ള ആരും എടുക്കരുത്. അത് നമ്മൾ അതുപോലെ ബേബി ചെയ്ത് കൊണ്ടുപോകേണ്ട വണ്ടിയാന്ന് പറഞ്ഞാൽ ഓയിൽ കൺസംഷനും ഇത് കൂളൻ ലീക്കും ഉള്ള വണ്ടിയാണ്. അതിപ്പോ എടുത്തിട്ട് ഇഷ്ടം പോലെ പേർക്ക് ട്രോഫി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയണ നോക്കി എടുക്കാം മിനി എടുക്കുമ്പോൾ. അതുപോലെ തന്നെ അതാ പറഞ്ഞേ. അപ്പം സ്റ്റീവ് മുമ്പേ പറഞ്ഞ പോലെ നമ്മളാരും ബിഗ് ബഡ്ജറ്റ് അല്ല, എല്ലാരും പതുക്കെ പതുക്കെ ബിൽഡിംഗ് ആണ്. കടയിൽ പോയിട്ട് ഇങ്ങനെ ഫുള്ളി ബിൽഡ് ആയ വണ്ടി വാങ്ങിക്കുക. നമ്മൾ ബിൽഡ് ചെയ്തിട്ട് അത് ട്രാക്ക് ടെസ്റ്റ് ആൻഡ് ട്യൂൺ ചെയ്തിട്ട് ഞാനിപ്പോ മല്ലു ഗൂസിന്റെ ഇതിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് നല്ലൊരു ഇവന്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ആൻഡ് ട്യൂൺ ചെയ്യാൻ പറ്റും. എനിക്ക് അല്ലാണ്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ്. അപ്പം ഇതൊക്കെയാണ് എന്റെ വണ്ടി വിശേഷങ്ങൾ. സ്റ്റീവ് പറഞ്ഞ പോലെ എല്ലാരും ബേസിക്കും തുടങ്ങുക. അപ്പം ഞാനും തുടങ്ങിയപ്പോഴും ഞാനൊരു സാധാ ലാൻസർ ആയിരുന്നു എന്റെ ഫസ്റ്റ് കാർ. $4,000 ഞാൻ എടുത്തതാ. അത് എനിക്ക് അന്ന് ഞാൻ സ്റ്റുഡന്റ് ലൈഫ് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് കയറിയപ്പം അതായിരുന്നു എനിക്ക് വേണ്ടത്. എനിക്ക് മൈലേജ് ഫ്രണ്ട്ലി റിലയബിൾ ഓരോ കാലഘട്ടം ജോലിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പറ്റുമെന്നുള്ളപ്പോഴാണ് നമ്മൾ ഓരോ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പൊ ചാടിപ്പോയി ഒരു 50,000 ലയബിലിറ്റി എടുത്ത് വെക്കണം എന്ന് ഞാൻ ആരോടും പറയാം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് ലോൺ അടക്കം ഉണ്ടോ എന്നുള്ളത് വരെ ഉള്ളിൽ ചിന്തിച്ചിട്ട് ഈ പരിപാടിക്ക് നിൽക്കാവുള്ളൂ. പക്ഷേ ഇതിനൊരു സമയമുണ്ട്. അതെല്ലാം ബാലൻസ് ആയി പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ ഞങ്ങൾ 2019 തുടങ്ങി നമ്മൾ ഓരോ വർഷം ഇങ്ങനെ പ്രൊജക്ട് ഇങ്ങനെ ബ്രിട്ടോടെ വണ്ടി നിങ്ങൾ കണ്ടു കാണും. എല്ലാവരും ഇപ്പോൾ ഇയർ ബൈ ഇയർ ബിൽഡ് ചെയ്ത് വരുന്ന വണ്ടികളാണ്. നമ്മൾ ഓരോ തവണ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും പറയാൻ. അതാണ് അതിന്റെ ഒരു രസം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ വിനീത് ബ്രോ, നമ്മൾ ഇന്ന് ഫുള്ള് പരിപാടിയാണ് കേട്ടോ. എല്ലാവരെയും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ ബ്രോ നമസ്കാരം. പേരെങ്ങനെയാണ്? അക്ഷയ്. നാട്ടിൽ എവിടെയാണ്? കൊല്ലമാണ്. അത് മറ്റേ ബ്രോയും കൊല്ലമായിരുന്നു. അവിടെ ഞങ്ങള് ഒരുപാട് പേരുണ്ട് കൊല്ലത്ത്. ഓ, അടിപൊളി. ഞാൻ പ്രോപ്പറായിട്ട് പാരിപ്പള്ളി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കുറേ BM, ബെൻസ്, ഓഡി, സുബി ഒക്കെ കണ്ടു. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഹോണ്ടയുടെ ടൈപ്പ് R ഇവിടെ നമ്മുടെ ക്ലബ്ബിൽ എനിക്ക് തോന്നുന്ന വേറെ വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് ഒരു ഓക്കെ. ഇവരുടെ വീഡിയോ, ഇവരുടെ റീൽസ് ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട് ഞാനും. ഓക്കെ, അടിപൊളി പരിപാടി. അപ്പോൾ ഇതെന്നാ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് എത്രയായി? ഞാൻ ജൂണിലാണ് വണ്ടി എടുത്തത്. ഒരു 3 മാസമായിട്ടുണ്ട്. ഇതിന്റെ BHP ഒക്കെ എത്ര വരും? ഇതിപ്പോ സ്റ്റോക്ക് ഇത് പ്രോപ്പർ സ്റ്റോക്കാണ്. ഇപ്പം 306 HP വരുന്ന സ്റ്റോക്ക്. 306 HP. 3 ലിറ്റർ ആണോ 2 ലിറ്റർ? 2 ലിറ്റർ ടർബോ. 2 ലിറ്റർ ടർബോയിൽ 306 BHP സ്റ്റോക്ക് വരുന്ന വണ്ടി എന്ന് പറയുമ്പം നമുക്കൊന്ന് ഊഹിക്കാം അവൻ എവിടെ വരെ ചെല്ലുമെന്ന്. ഓക്കെ, അടിപൊളിയെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഉപയോഗമൊക്കെ എങ്ങനെയുണ്ട്? ഗ്യാസ് നോക്കണ്ട, ഗ്യാസ് മൈലേജ് ഉണ്ട്. 16 കിട്ടും. ഓക്കെ, അടിപൊളി. അപ്പോൾ വേറെ വണ്ടിയിൽ എന്തെങ്കിലും ഇപ്പൊ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്യാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ട്? ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ച് വണ്ടി ഒന്ന് തെളിഞ്ഞിട്ട്. ഇല്ല, ഞങ്ങൾ ഇപ്പോഴും ഞാൻ ഇപ്പൊ പാർട്ട് ടൈം ആയിരുന്നു ബ്രോ. എന്റെ കോഴ്സ് ഇന്നലെ തീർന്നു. അപ്പോൾ പയ്യെ ജോലിക്ക് കയറിക്കൊണ്ട് വണ്ടി. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ആ സമയത്തിനനുസരിച്ച് ഓരോ പരിപാടി ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ബ്രോ ഒക്കെ കറക്റ്റ് ലൈനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റാകുമ്പോൾ അടുത്ത ഇതിലേക്ക് പോകും. എന്തായാലും വണ്ടി ഇരിക്കുന്ന വണ്ടി ഒരു അടിപൊളിയാണ്. ഇത് നല്ല കളറാണ്. ഓക്കെ, അപ്പോൾ ബ്രോ കണ്ടതിൽ സന്തോഷം.
അപ്പൊ ബ്രോ നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാണ്? പേരമല്. നാട്ടിലെവിടെ? നാട്ടിലെ കട്ടപ്പന, ഇടുക്കി. നമ്മുടെ ഇടുക്കിക്ക് നമ്മളെല്ലാം അയൽ ജില്ലകളിലുള്ളതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, നമ്മുടെ ക്ലബ്ബിൽ പല വണ്ടികൾ, ഇപ്പോൾ നോർമലി ഓരോ ക്ലബ്ബിലും ബെൻസ്, BM അല്ലെങ്കിൽ ഔഡി അങ്ങനെയൊക്കെ വണ്ടികൾ വരും. എന്നാൽ സേഫ്റ്റിയുടെയൊക്കെ കാര്യത്തിൽ തന്നെ പണ്ട് തൊട്ടേ സീനായ ഒരു കമ്പനിയിലെ വണ്ടിയായിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വോൾവോ ആണ് കയ്യിൽ. എങ്ങനെയാണ് വോൾവോയിലേക്ക് എത്തിയത്? ഈ വോൾവോ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ വോൾവോ ഡീസൻ്റ് ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബ്ലാക്കിൽ അത്യാവശ്യം പരിപാടിയൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിശേഷങ്ങൾ, എങ്ങനെ ഇതിലേക്ക് എത്തി? വോൾവോ ബേസിക്കലി എനിക്ക് ട്രക്ക് ഭയങ്കര ഇഷ്ടമാണ്, വോൾവോ ട്രക്സ്. അപ്പം സേഫ്റ്റി ഓഫ് കോഴ്സ് ഒരു ഫാക്ടറായിരുന്നു. പ്ലസ് ഞാൻ നോക്കിയപ്പം ഒരു സിഗ്നേച്ചർ വണ്ടിയായിട്ട് എനിക്ക് തോന്നി. പൊതുവെ നമ്മൾ റോഡിലാണെങ്കിൽ യുണീക്കാണ്, വളരെ യുണീക്കാണ്. ആരും വന്ന് അങ്ങനെ എടുക്കാറില്ല. ഒന്ന്, രണ്ട്, ഇതൊരു 2 ലിറ്റർ 345 bhp വണ്ടിയാണ്. 345 bhp ആണ്. കാരണം ഇത് പോൾസ്റ്റാർ ലെവൽ 1 മോഡ് ചെയ്ത വണ്ടിയാണ്. സോ ദാറ്റ്സ് ദ ഇൻ ഹൗസ് വോൾവോ കസ്റ്റമൈസ്ഡ് എഞ്ചിൻ. സോ ഇറ്റ്സ് ലൈക്ക് അവര് പോൾസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഓൾ വീൽ ഡ്രൈവ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ലുക്കും ഉണ്ട്. അപ്പോൾ പൊതുവേ ആർക്കും അറിയില്ല വണ്ടി എത്ര പവർഫുൾ ആണ് എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. നോർമൽ വണ്ടി കംസ് അറൌണ്ട് 2 ലിറ്റർ എഞ്ചിൻ വിത്ത് 316 ഹോഴ്സ് പവർ. പക്ഷേ നമ്മുടെ പോൾസർ ലെവൽ 1 ചെയ്ത വണ്ടി 345 വരും. അടിപൊളി. അപ്പൊ എന്തായാലും ഇനിയിപ്പം അപ്പൊ എഞ്ചിനിലോട്ട് ഉടനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതേ ചെയ്യാൻ പ്ലാൻ. ഇനിയിപ്പോ ലെവൽ 2 എന്റെ മൈൻഡിലുണ്ട്, പക്ഷേ ഇൻ പ്രോഗ്രസ് ആണ്. ഞാനിപ്പോ നിലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റീരിയർ ഫിനിഷിലാണ്. ഞാൻ എന്റെ അലോയ്സ് ഒന്ന് പൗഡർ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ക്രോം ഫിനിഷിലേക്ക് വന്നു. ഓൾറെഡി ഞാൻ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം വരണം. അത് പോളണ്ടിൽ നിന്ന് വരണം. ആക്ച്വലി വണ്ടി എത്ര കോമൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇല്ല. പിന്നെ എന്റെ ഒരു ഫേവറേറ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ് ഉള്ളതുപോലെ KL6 എന്റെ ഇടുക്കിയാണ്. 2929 നാട്ടിലൊരു വണ്ടിയുണ്ട്, ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 ജപ്പാൻ എഞ്ചിൻ. സോ ഇറ്റ്സ് സെയിം നമ്പർ. സോ അതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് പ്രത്യേകമായിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ജസ്റ്റ് നമ്മളെ എക്സ്റ്റീരിയർ ആണ് ഞാനിപ്പോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്ക് ഓക്കെ. അപ്പൊ ഇനി വരുന്ന മീറ്റപ്പുകളിലും കാര്യങ്ങളിലും കൂടുതൽ വിശേഷങ്ങൾ വോൾവോയിൽ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തതായിട്ട് ഇനി കാണാൻ പോകും. നമുക്ക് സമയപരിമിതികളുള്ളതുകൊണ്ട് ഇത് നമ്മുടെ ക്ലബിലെ മറ്റൊരു വണ്ടിയാണ് ഓഡി. ഇത് നമ്മുടെ 3 അല്ലേ? A3 അല്ലേ? റിലയബിൾ വണ്ടിയാണ്. ഞാൻ എടുത്തത് 82,000 എടുത്തത്. ഇതുവരെ ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്സ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഒരു അലോയ് വീൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലബിലെ മെയിൻ വണ്ടിയാണ്. റീലുകൾ, ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ വരുന്നത് ജെറാൾഡ് എന്നൊരു പേരിലാണ്. ഓക്കെ, അപ്പം എന്തായാലും പുള്ളിയുണ്ട്. അപ്പോൾ ഇതാണ്, ഞാൻ ഇതുവരെ വണ്ടി എടുത്തിട്ട് വണ്ടിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയിൽ ഞാൻ പഴയ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പോയി തപ്പിപ്പിടിച്ചെടുത്തതാണ്. വണ്ടി ക്ലീനൊന്നുമല്ല, നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്, സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആകെ ചെയ്തത് ഫുള്ള് ടിൻറ്റ് പരിപാടിയൊക്കെ ചെയ്തു. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇച്ചിരി തിളങ്ങി നിൽക്കുന്നത് അതൊക്കെ അങ്ങ് മാറ്റി. പിന്നെ ക്രോമും കാര്യങ്ങളും ഒന്നും ഇതുവരെ മാറ്റാത്തത്, ആ ഡീക്രോം ചെയ്താൽ നമ്മളത് ഫുള്ളായിട്ട് ചെയ്ത് പിന്നെ ഒന്നും കാണാത്ത പോലെ ഒരു മാഫിയ ലുക്കിൽ സാധനം ഇറക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് കുറച്ച് സമയം വേണം. അതിന് മുന്നേ തന്നെ എൻ്റെ പ്ലാൻ അലോയി കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റമാണ്. പിന്നെ വണ്ടി 220 bhp 3 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, അപ്പം 6 സിലിണ്ടർ, അത് വേറൊരു കാര്യം, 6 സിലിണ്ടറുമാണ്. ഓക്കെ, അകത്തെ കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറീസ് ആണ്. ഒരുപാട് പരിപാടികളുണ്ട്. അതിൻ്റെ ഫുൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നിവിടെ ഉള്ളതിൽ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുമില്ല. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ചെല്ലുന്ന നമ്മുടെ ഫുഡ് കോർട്ടിലുള്ള ഭക്ഷണം കഴിപ്പും പരിപാടിയൊക്കെ നമ്മളെ ബാക്കി ആൾക്കാരൊക്കെ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. അത് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഒത്തിരി മോഡൊന്നും ചെയ്യാത്ത വണ്ടികൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടു പറഞ്ഞു പോകുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള സമയങ്ങളിൽ കാണാം. ഇതാ സ്ഥിരം ക്യൂ തെറ്റിച്ച് വരുന്ന
ഓക്കെ, ഇത് ഞാൻ എന്തായാലും ഇടും ഒക്കെ പറഞ്ഞു. മതി മതി. അപ്പോൾ ഇതാ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ മീറ്റപ്പ് പരിപാടി അത് ഇതെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ട്രിപ്പൊക്കെ പോയി 401 കൂടെ ചെറിയ റൈഡൊക്കെ പിടിച്ച് കുറച്ച് വീഡിയോയും ക്ലിപ്സും പരിപാടിയൊക്കെ അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കേരള ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 10 മണി സമയം ആയിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ഫുൾ ഓണായിരുന്നു. നമ്മുടെ വർത്തമാനങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബിരിയാണി, പൊറോട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. കേരള ഫുഡ് കോർട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരത്തെ മുന്നേ ഒരു പക്ഷേ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാകും. കേംബ്രിഡ്ജിലുള്ളതാണ്. നല്ല ബിരിയാണി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഫേമസ് ആണ്. കുറേ ഫുഡുകളും ഉണ്ട്. ഇവർ ഏതാണ്ട് റിനോവേറ്റ് ചെയ്ത് അത്യാവശ്യം എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത മീറ്റപ്പും പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ DJ അരുൺജിത്തിൻ്റെയും DJ തങ്കിൻ്റെയും നേതൃത്വത്തിലുള്ള DJ ഇന്ന് വൈകിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും കാണത്തില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണാം.